നമ്മളിന്ന് പോകുന്നത് റാണിപുരത്തേക്ക് കേട്ടോ. എൻ്റെ നാട്ടിന് ശേഷം 69 കിലോമീറ്റർ ദൂരമുണ്ട് റാണിപുരത്തേക്ക് കേട്ടോ. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം 2.5 കിലോമീറ്റർ പിന്നെ നടക്കാൻ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോൾ കാഴ്ചകളും അതുപോലെ തന്നെ അവിടെയുള്ള കാഴ്ചകളും ഒക്കെ ഒന്നും ഉണ്ടല്ലോ. നേരെ പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ നമ്മൾ 69 കിലോമീറ്റർ യാത്ര ചെയ്തതാണ്. ഇപ്പോൾ റാണിപുരത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിട്ടോ. 2 പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടോ. ഇതാണ് റാണിപുരത്തെ നമ്മൾ ഫസ്റ്റ് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടോ. ഇവിടെ നമുക്ക് താഴേക്ക് വണ്ടി പാർക്ക് ചെയ്യണം. നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കാഴ്ചയിടാം. എന്തായാലും ഇവിടെയുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണട്ടോ. എന്തായാലും ഇതാണ് റാണിപുരത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതുകൊണ്ട് ഇവിടുത്തെ കുപ്പിവെള്ളമൊക്കെ മേടിക്കണം. കുപ്പിവെള്ളം മേടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പൈസ മേടിക്കുന്നുണ്ട്. അത് നമ്മൾ ബോട്ടിൽ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് റിട്ടേൺ തരുന്നുണ്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പരിപാടി തന്നെ കേട്ടോ. എന്തായാലും ബോട്ടിലുണ്ട് അവിടെ തീരെ കുറവാട്ടോ. നമുക്കൊരു ഇതുവഴി നേരെ മേളിലേക്ക് പോവാം. റാണിപുരത്തെ ആവശ്യം 2.5 കിലോമീറ്റർ നമുക്ക് നടക്കാണ്ട് അങ്ങ് കാണുന്ന പോലെ നമ്മൾ എത്തണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് നേരെ ബോട്ട് കാഴ്ചകളൊക്കെ വരെ പോകാം. അപ്പോൾ നമ്മൾ താഴ്ന്നു മേടിച്ച ടിക്കറ്റ് ഇവിടെ കാണിക്കട്ടോ. എന്നാൽ നമുക്ക് ഇനി മേടിലേക്ക് പോകാൻ പറ്റുമോ. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ നമുക്ക് നടക്കാൻ കേട്ടോ. നമുക്ക് നേരെ പോകാം. എന്തായാലും ആദ്യത്തെ കുറച്ച് ദൂരം നല്ല കയറ്റമുണ്ട് കേട്ടോ. എന്തായാലും ഇനി കുറച്ച് ദൂരം കഴിയുമ്പോൾ നല്ല നിരപ്പുണ്ട്. ഇനി ബാക്കി ഇങ്ങനെയല്ല, നമുക്ക് നിരപ്പോം. അത് നമുക്ക് പിടിച്ചു തരുന്ന കൈവരികളൊക്കെ ചില സ്ഥലങ്ങളുണ്ടോ. എല്ലായിടത്തും ഇല്ല, ഫുള്ള് സ്ഥലങ്ങളില്ല. ചില ഡേഞ്ചറസ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ആ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം വെയിലൊന്നുമില്ല, നല്ല എളുപ്പമാണ്. നമുക്ക് കാടുകളിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പം വെയിലുണ്ട്. കുറച്ച് ദൂരം കഴിയുമ്പോൾ എങ്ങനെ അറിയില്ല, നമുക്ക് നിരപ്പോം. എന്തായാലും നമ്മുടെ തണലൊക്കെ പോയിടാം. ഇവിടുന്ന് ശേഷം ഇനിയും കുറേ ദൂരം ഇവിടെ നടക്കാണ്ട് അങ്ങനെ മരമെല്ലാം പോയി കാട്ടിക്കുട്ടിലെ യാത്രയെല്ലാം ചെയ്താൽ നല്ല വിജനമായ സ്ഥലത്തെത്തി. നല്ല വെയിലാടോ. ഇനി ഇവിടുന്ന് കുറേ ദൂരം ഇനിയും പോകണം പറയാൻ കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള കുറേ ചെയറൊക്കെ ഉണ്ടോ. പക്ഷേ ഇതൊന്നും ഇരിക്കാൻ പറ്റില്ലട്ടോ. നല്ല ഇരുമ്പിൻ്റെ ചെയർ ഓരോ നല്ല ചുട്ടുപോലത്തെ ഇരിക്കണ്ടോ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ എന്തിനാക്കിയെന്നറിയില്ല. ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അസാധ്യ പേരാണ്. എന്തായാലും ഇതുവഴി പോകുമ്പോഴുള്ള കാഴ്ച അടിപൊളി കേട്ടോ. Never really know what's going on. You look at me sometimes like all you want. അതായത് നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ഓരോ ഷെഡൊക്കെ ആക്കി കേട്ടോ. ഇരിക്കാൻ സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എപ്പോഴും ആൾക്കാർ കേട്ടോ. നല്ല തണലാണ്. അവിടെ ഇരിക്കുന്ന വ്യൂ നിൽക്കാൻ അസാധ്യ വ്യൂ ആണോ. പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കും കേട്ടോ. ഒരാൾ പോയ പാട് അന്നേരം അടുത്ത ആൾക്കാർ ഇരിക്കാൻ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇരിക്കും. നമ്മൾ നേരെ പോകട്ടോ.
നമ്മൾ അങ്ങ് ദൂരെ ഒരു കടയിൽ കാണുന്നുണ്ടോ, അവിടെ മെയിനായിട്ട് നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തീർന്നതിൽ കുടിക്കാൻ വേണ്ട മെയിനായിട്ട് കൊടുക്കുന്ന മോരും കേട്ടോ. അതെന്തായാലും കുടിക്കുന്നതിൽ ഉറപ്പാണ്. അസാധ്യ വെയിലിടാ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ കട മുന്നിൽ കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ പോകാണ്ട്. കടയിൽ ഒരുപാട് പേരുണ്ടോ, എല്ലാവരും വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ റാണിപുരത്തേക്ക് വരുവാണെങ്കിൽ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വരാൻ ശ്രമിക്കട്ടോ. എങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലാം. റാണിപുരത്ത് എൻഡിലെത്താൻ പറ്റും. അത് വെച്ചാൽ നമുക്ക് റിട്ടേൺ ആഴ്ച ഒരു 12 നമുക്ക് തിരിച്ച് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ വെയിലാണ്ട് പെട്ടെന്ന് അടിപൊളി കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് പ്രായമായവരൊക്കെ മാക്സിമം കൊണ്ടുവരാണ്ടിരിക്കട്ടോ. എന്തായാലും നല്ല ദൂരം നടക്കാണ്ട്. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് കഴിവതും ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരെ പിള്ളേരെ കൊണ്ട് കുറേ പേര് സ്റ്റോപ്പാക്കി, കുറേ പ്രായമുള്ള ആൾക്കാരും അവരും പകുതി ഒഴിക്കുന്നുണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടോ. എന്തായാലും കുറേ ദൂരം നടക്കാനുണ്ടോ, കുറച്ച് ദൂരമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇത് പറയാനുള്ള കാരണത്തിൽ നിങ്ങൾ പോകുന്നിരിക്കുക ഒരുപാട് പേര് സ്റ്റോപ്പായിട്ട് കേട്ടോ. അവർ നിർത്തിയിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ ഈ വെയിലത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ പോകുന്നുണ്ടല്ലേ, ഇവരൊക്കെ രാവിലെ പോയ ആൾക്കാരുണ്ടോ. അങ്ങനെ രാവിലെ പോയാൽ കുഴപ്പമില്ല, ഉച്ചയ്ക്കൊക്കെ പോയാൽ നല്ല വെയിലാണ്ടോ. അങ്ങനെ കുറേ പേര് തിരിച്ചു പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ അഡീഷണലായിട്ട് നിങ്ങൾ പറഞ്ഞത് റാണിപുരത്തേക്ക് കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ. കുറച്ച് ദൂരം എന്നല്ല, അവർ പറയും 2.5 കിലോമീറ്റർ ദൂരം, പക്ഷേ 2.5 കിലോമീറ്റർ ദൂരം ഉണ്ടോ, അതിൽ കൂടുതൽ ദൂരമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടെ പറയും, നിങ്ങൾ രാവിലെ തന്നെ മാക്സിമം വരാൻ ശ്രമിക്കട്ടോ. എങ്കിൽ നല്ല തണുപ്പോടെ അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റും. വേലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കേട്ടോ മസാദിച്ച് കൊടുത്ത് ഈ പുല്ലെല്ലാം കൂടി ചൂടായിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റിയ അവസ്ഥ കേട്ടോ. പക്ഷേ രാവിലെ അടിപൊളിയാണെന്നല്ലേ വന്നവരൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടക്കുക റാണിപുരത്ത് എത്താൻ കേട്ടോ. ഇനി കുറച്ച് ദൂരം നമുക്ക് നടക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് റാണിപുരത്തെ വ്യൂ പോയിൻ്റ് എത്തിട്ടോ. ഇനി അടിപൊളി കാഴ്ചകളാണ് ഞാൻ കാണിക്കട്ടോ. ഇനി കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തെങ്കിലും കണ്ടാലോ, നേരെ പോവാം. How it was working? We passed, from where you took a ride? Oh no, you didn't pass. Yeah, we took an aeroplane. He was way ahead for us. You were way below us. I never really know what's going on.
ഇവിടുത്തെ വ്യൂ പോയിന്റ് 1.5 മണിക്കൂറോളം ചിലവഴിച്ചിട്ടോ. നല്ല പേരിടാം, ഒന്നും അധികം തോന്നുന്നില്ല. മുമ്പ് നേരെ പോവാം, ഇനിയിപ്പോൾ നേരെ നമ്മൾ തിരിച്ച് പോകട്ടോ. നേരെ തിരിച്ചിറങ്ങുന്നു. എന്തായാലും കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ ഒന്ന് മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് പോകാൻ എന്തായാലും പോകട്ടോ. എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഇടാം. പോകുന്ന വഴിക്ക് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടിപ്പെട്ടോ. അത് വീഡിയോ ഇഷ്ടപ്പെടുകയും ഒന്ന് ലൈക്ക് ചെയ്താൽ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോസും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോ കാണാം. ആയിരിക്കും. ബൈ. And even when you're next to me,